NVIDIA G-Sync vs AMD FreeSync ഫുൾ കമ്പാരിസൺ. ആദ്യമായി തന്നെ എന്തിനാണ് ഇവ രണ്ടും ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗെയിമിംഗിൽ GPU ഔട്ട്പുട്ട് ഫ്രെയിം റേറ്റ് മോണിറ്റർ റിഫ്രഷ് റേറ്റുമായി മാച്ച് ആക്കാനാണ് ഉപയോഗിക്കുന്നത്. ആദ്യമായി G-Sync എന്താണെന്ന് നോക്കാം. NVIDIAയുടെ VRR ടെക്നോളജിക്ക് അധിഷ്ഠിതമായാണ് ഇത് വർക്ക് ചെയ്യുന്നത്. G-Sync എന്നത് ഈ ടെക്നോളജിയുടെ ബ്രാൻഡ് നെയിമാണ്. എന്താണ് VRR? മുഴുവൻ പേര് വേരിയബിൾ റിഫ്രഷ് റേറ്റ് എന്നാണ്. VRR എന്നത് നിങ്ങളുടെ മോണിറ്ററിന്റെ റിഫ്രഷിംഗ് റേറ്റ്, അതായത് എത്ര തവണ സെക്കൻഡിൽ നിങ്ങളുടെ സ്ക്രീൻ അപ്ഡേറ്റ് ചെയ്യുന്നു എന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ NVIDIA ഗ്രാഫിക്സ് കാർഡ് ഔട്ട്പുട്ട് ചെയ്യുന്ന വീഡിയോ മോണിറ്ററിന്റെ FPS അഥവാ ഫ്രെയിം പെർ സെക്കൻഡുമായി യോജിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് NVIDIA G-Sync. നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് NVIDIA ആണെങ്കിൽ നിങ്ങളുടെ മോണിറ്റർ NVIDIA G-Sync കോമ്പാറ്റിബിൾ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വ്യക്തമായ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു ഗെയിമിംഗ് ഗ്രാഫിക്സ് കാർഡ് വാങ്ങുമ്പോൾ അതിന് സപ്പോർട്ടായ മോണിറ്റർ തന്നെ നോക്കി വാങ്ങണം. അടുത്തതായി AMD FreeSync. പേര് പോലെ തന്നെ ഫ്രീ ആയി നൽകുന്നതുകൊണ്ടാണ് AMD VRR ടെക്നോളജിയെ AMD FreeSync എന്ന് പറയുന്നത്. AMD ഗ്രാഫിക്സ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ മോണിറ്ററിന്റെ FPS മാച്ച് ചെയ്യുവാനായി മോണിറ്ററിൽ ചിപ്പുകൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മോണിറ്ററുകളും ഇതുമായി യോജിച്ചു പോകുന്നു. G-Sync ഒരു യൂണിഫോം ക്വാളിറ്റി നൽകുമ്പോൾ മോണിറ്ററിന്റെ ക്വാളിറ്റി അനുസരിച്ച് മാത്രമാണ് AMD FreeSyncൽ ഔട്ട്പുട്ട് ലഭിക്കുന്നത്. G-Sync ഏറ്റവും സ്റ്റേബിൾ ടിയർ ഫ്രീ എക്സ്പീരിയൻസ്, ലോ ഇൻപുട്ട് ലേറ്റൻസി, യൂണിഫോം ക്വാളിറ്റി, NVIDIA സർട്ടിഫിക്കേഷൻ, എക്സ്പെൻസീവ്. FreeSync വാല്യൂ ഫോർ മണി, വൈഡ് മോണിറ്റർ അവൈലബിലിറ്റി, ഗുഡ് പെർഫോമൻസ്, എസ്പെഷ്യലി FreeSync പ്രീമിയം ഓർ പ്രീമിയം പ്രോ. ക്വാളിറ്റി മോണിറ്റർ മോഡൽ അനുസരിച്ച് മാറും. ഇനി നിങ്ങൾക്ക് ഒരു ഗെയിമിംഗ് മോണിറ്റർ സെലക്ട് ചെയ്യുവാനായി ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള ടെക്നോളജി അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.